ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ ഫോർട്ട് കാണാനാണ്. നമ്മൾ തലേ ദിവസം തന്നെ കാസർഗോഡ് എത്തി അടുത്തുള്ള PWD റെസ്റ്റ് ഹൗസിൽ റൂം എടുത്തിരുന്നു. അവിടെ നിന്ന് ബസ്സിലാണ് ബേക്കൽ ഫോർട്ട് കാണാൻ വേണ്ടി ഇറങ്ങിയത്. ഇതാണ് ബേക്കൽ ഫോർട്ടിൻ്റെ ബസ് സ്റ്റോപ്പ്. സപ്പോസ് കാസർഗോഡ് നിന്ന് ബസ്സിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ഇറങ്ങണം. നിന്ന് ഓട്ടോറിക്ഷയ്ക്കോ നടന്നോ ബേക്കൽ ഫോർട്ട് വരെ എത്താം. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഫോർട്ടിനകത്ത് കയറാൻ വേണ്ടി എൻട്രി ടിക്കറ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് എൻട്രി ടിക്കറ്റ് എടുക്കേണ്ടത്. 15 വയസ്സിന് താഴെയുള്ളവർക്ക് എൻട്രി ഫ്രീ ആണ് കേട്ടോ. 15 വയസ്സിന് മുകളിലുള്ളവർക്ക് 25 രൂപയാണ് എൻട്രി ഫീസ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഫോർട്ട് ഓപ്പൺ ആണ്. ഈ ബേക്കൽ ഫോർട്ടിനകത്ത് തന്നെ ചെറിയൊരു അമ്പലമുണ്ട്. ഒരു ഹനുമാൻ ക്ഷേത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഫോർട്ടിനകത്ത് കടകൾ വളരെ കുറവാണ്. സോ വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിലെ മേടിച്ച് കയ്യിൽ വെക്കുന്നതാണ് നല്ലത്. പകലിവിടെ നല്ല വെയിലാണ്. അതുകൊണ്ട് തൊപ്പിയോ അല്ലെങ്കിൽ കുടയോ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അറബിക്കടലിന്റെ തീരത്തായി 35 ഏക്കറിലായിട്ടാണ് ഈ ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ട 17-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പണി കഴിപ്പിച്ചതാണ്. ചെങ്കല്ല് കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കാസർഗോഡിന്റെ ഏറ്റവും നല്ല വ്യൂ ആണ് ഈ വാച്ച് ടവറിൽ നിന്ന് കാണാൻ പറ്റുക. അറബിക്കടലിന്റെ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഈ വാച്ച് ടവറിന് മുകളിൽ നിന്ന് ബേക്കൽ ഫോർട്ട് ഏകദേശം മുഴുവനായി കാണാൻ പറ്റും. മഴക്കാലത്താണ് ബേക്കൽ ഫോർട്ട് കാണാൻ ഏറ്റവും നല്ല ഭംഗി. ഈ വാച്ച് ടവറിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ താഴെ ഒരു തറ കാണാം. ഇത് പണ്ട് ഈ ഫോർട്ടിൽ ഉണ്ടായിരുന്ന ദർബാർ ഹാളിന്റെ തറയാണ്. അത് കഴിഞ്ഞ് അറ്റത്തൊരു കെട്ടിടം കാണാൻ പറ്റും. അത് പണ്ട് കോട്ടയ്ക്കകത്തുണ്ടായിരുന്ന ആയുധപ്പുര ആയിരുന്നു. ഇപ്പോൾ ഈ ആയുധശാലയ്ക്കകത്ത് ഒന്നും തന്നെയില്ല. പണിയായുധങ്ങളൊക്കെ വെക്കാനാണ് ഇപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 12-ാം നൂറ്റാണ്ടിൽ കോലത്തിരി രാജവംശത്തിന്റെ കീഴിലായിരുന്നു ഈ കോട്ട. അവരാണ് ബേക്കൽ കോട്ട പണിതത് എന്നാണ് ഒരു അഭിപ്രായം. മതിലുകളിൽ വ്യത്യസ്ത ഉയരങ്ങളിലുള്ള തുളകളുണ്ട്. ഏറ്റവും ഉയരമുള്ള തുളയിലൂടെ ദൂരെയുള്ള ആക്രമണങ്ങൾ വരുന്നത് കാണാൻ പറ്റും. കടലിൽ നിന്നുള്ള ഏതൊരു ആക്രമണത്തെയും തടയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ചുറ്റുമതിലാണ് ഈ കോട്ടയ്ക്കുള്ളത്. ഈ ദ്വാരങ്ങളെല്ലാം തന്നെ പീരങ്കിയും തോക്കും വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. പീരങ്കിയും തോക്കുമൊക്കെ വെക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി ഇതിലൂടെ കടല് കാണാനാണ് ഇപ്പോൾ ഏറ്റവും ഭംഗി. ഫോർട്ടിന്റെ താഴത്തെ ഭാഗമാണ് കാണുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. താഴേക്ക് ഇറങ്ങുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കടൽ തീരത്ത് ഇറങ്ങാൻ അനുവാദമില്ല. സോ ബീച്ചിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്തായി ബേക്കൽ ബീച്ചുണ്ട്, അവിടെ ഇറങ്ങണം. ആക്ച്വലി ബേക്കൽ ഫോർട്ട് ഒരു ടൂറിസം മേഖലയായി പ്രഖ്യാപിച്ചെങ്കിലും വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ആദ്യം അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നത്. മണിരത്നത്തിന്റെ ബോംബെയിലെ ഉയരെ എന്ന പാട്ടിന് ശേഷമാണ് ബേക്കൽ ഫോർട്ട് പ്രസിദ്ധമായത്.
ബേക്കൽ ഒരു തീരദേശമായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ തമ്മിൽ ഈ സ്ഥലത്തിനു വേണ്ടി സ്ഥിരം യുദ്ധങ്ങൾ നടന്നിരുന്നു. പ്രധാനമായും ഇക്കേരി രാജവംശവുമായി കോലത്തിരി രാജാക്കന്മാർ നിരന്തര യുദ്ധത്തിലേർപ്പെട്ടിരുന്നു. അവരിൽ നിന്ന് മലബാറിനെ രക്ഷിച്ചെടുക്കാനുള്ള നിരന്തര യുദ്ധങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനുള്ള തന്ത്രപ്രധാനമായ ഒരിടം എന്ന നിലയിലാണ് കോലത്തിരി രാജാക്കന്മാർ ബേക്കൽ കോട്ട നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം മറ്റൊരു നിഗമനമുള്ളത് ഇക്കേരി രാജാവായ ഹിരയ വെങ്കിടപ്പ നായ്ക്കർ ആണ് ബേക്കൽ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത് എന്നാണ്. 1645 കാലത്ത് ഇക്കേരി രാജാക്കന്മാരിലെ പ്രമുഖനായ ശിവപ്പ നായ്ക്കർ ഭരണത്തിലിരിക്കുമ്പോഴാണ് കോട്ടയുടെ പണി പൂർത്തിയാകുന്നത്. കോലത്തിരി രാജാക്കന്മാർ പണിത കോട്ടയെ പുതുക്കി പണിയുക മാത്രമാണ് ശിവപ്പ നായ്ക്കർ ചെയ്തത് എന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. ബേക്കൽ ഫോർട്ട് പണിതതിനു ശേഷവും ഈ സ്ഥലത്തിനു വേണ്ടി നാട്ടുരാജാക്കന്മാർ തമ്മിൽ യുദ്ധം നടന്നിരുന്നു. ആ സമയത്താണ് മൈസൂർ സുൽത്താനായ ഹൈദർ അലി ഇക്കേരി രാജാക്കന്മാരെ തോൽപ്പിച്ചത്. അതോടെ ബേക്കൽ കോട്ട ഉൾപ്പെടുന്ന പ്രദേശം മൈസൂർ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. ഹൈദർ അലിയുടെ മകനായ ടിപ്പു സുൽത്താന്റെ കീഴിലായിരുന്നു പിന്നീട് ബേക്കൽ ഫോർട്ട്. പ്രധാനമായും അവരുടെ മിലിറ്ററി ബേസ് ആയാണ് ബേക്കൽ ഫോർട്ട് ഉപയോഗിച്ചിരുന്നത്. ടിപ്പു സുൽത്താന്റെ മരണത്തിന് ശേഷം ബേക്കൽ ഫോർട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായി. 1962 ഇന്ത്യൻ ഗവൺമെന്റ് ഇതൊരു സ്പെഷ്യൽ ടൂറിസം ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ കാണുന്ന വാച്ച് ടവറുകളെല്ലാം തന്നെ ചെരിച്ചു കെട്ടിയിരിക്കുന്നത് യുദ്ധോപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. കടൽ തീരത്തു നിന്ന് ഞങ്ങൾ തിരിച്ച് ഫോർട്ടിനകത്തോട്ട് കയറി. മരങ്ങൾ കുറവായതുകൊണ്ട് പകലൊക്കെ ഇവിടെ നല്ല വെയിലാണ്. അതുകൊണ്ട് വൈകുന്നേരം വരുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഇന്ത്യക്ക് അകത്തും പുറത്തു നിന്നും ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. കൂടുതലും വീക്കെൻഡ്സിലും അല്ലെങ്കിൽ അവധിക്കാലത്തൊക്കെയാണ് ഇവിടെ തിരക്ക് കൂടുന്നത്. ഇവിടെ നിന്ന് സൂര്യാസ്തമയം ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. യുദ്ധങ്ങളിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുന്ന രീതിയിലാണ് ഈ കോട്ട പണിതിരിക്കുന്നത്. ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിരുന്ന കോട്ടയും ബേക്കൽ ഫോർട്ട് തന്നെയാണ്. സോ ഇതൊക്കെയാണ് ബേക്കൽ ഫോർട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. പുതിയൊരു സ്പോട്ടുമായി അടുത്ത വീഡിയോയിൽ കാണാം.